Good morning. Okay. Easter ഒക്കെ കഴിഞ്ഞ എല്ലാവർക്കും അടിച്ചു പൊളിച്ച എല്ലാവരും മൂന്ന് ദിവസമൊക്കെ അവധിയായിരുന്നു അല്ലേ? നമുക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നു, സാറ്റർഡേ, സൺഡേ, മൺഡേ പൊളിച്ചു അല്ലേ? ഓക്കെ, കുറച്ച് ദിവസം വെക്കേഷൻ ഒക്കെ കിട്ടി അല്ലെ? എല്ലാവരുമായിട്ടൊക്കെ നല്ല ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ? എല്ലാവരും കൂടി വീണ്ടും നമ്മള് ക്ലാസ്സിലേക്ക് എത്തി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ ഓർക്കണ്ടോ? 4-5 ദിവസമൊക്കെ ആയില്ലേ? ഓർക്കുന്നുണ്ട്. ഓക്കെ, നീതു ഇട്ടിട്ടുണ്ട്, ഓർക്കണ്ടെന്ന്. ഓക്കെ, എന്തായാലും നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? മൊഡ്യൂള് 3-ലെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിലെവിടെ വരെ നമ്മൾ പറഞ്ഞെത്തിയത്? 3 type of purchasing ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റലിലെ 3 തരത്തിലുള്ള പർച്ചേസുകൾ ഏതൊക്കെയായിരുന്നു? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ദെൻ ഇമ്പോർട്ട് പർച്ചേസ്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? Preference to buy the goods and services which are locally produced. Like നമ്മുടെ ലോക്കലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് to buy goods and services which are locally produced. Okay, then അടുത്തത് purchase from supplier. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? നമ്മള് പർച്ചേസ് സപ്ലയറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു പർച്ചേസ് ഓർഡർ വേണം, പിന്നെ നമ്മളും സപ്ലയറും തമ്മിലൊരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാക്കും. പിന്നെ അതിനകത്ത് നമുക്ക് അത് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ്, അത് എപ്പോഴാണ്, നമുക്ക് ബില്ല് വേണം അല്ലെ? ടൈം, പ്രൈസ്, ഇതൊക്കെ എഗ്രി ചെയ്യണം. പിന്നെ നമ്മള് ബില്ല് ആ സപ്ലയറിൽ നിന്ന് ബില്ല് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ആ ഓർഡറിന്റെ കൂടെ പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും, നമ്മൾ ക്യാഷ് കൊടുക്കും അല്ലെ? പിന്നെ അടുത്തത് മൂന്നാമത്തെ ഇമ്പോർട്ട് പർച്ചേസ് ആണ്. അത് എവിടെ നിന്നായിരുന്നു? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഓക്കെ, വെരി ഗുഡ്. ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അതിപ്പോ എല്ലാ മെറ്റീരിയൽസ് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നില്ലല്ലോ, ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 type of പർച്ചേസ് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതിലൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ്. In purchasing, the starting point is the recognition of the needs for a material or a product. അവിടെ full stop ഉണ്ട് കേട്ടോ. അപ്പൊ പർച്ചേസിംഗിന്റെ ആദ്യ പടി, നമ്മൾ പർച്ചേസിംഗിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? is the recognition. തിരിച്ചറിയുക, റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. എന്താണ് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യേണ്ടത്? Recognition of the need for a material on a product. ഒരു പ്രൊഡക്റ്റില്, ഒരു ഉൽപ്പന്നത്തില് ഒരു മെറ്റീരിയലിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളൊരു പർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് അല്ലെ? ആ ഒരു ഇതില് പർട്ടിക്കുലർ ഇതില് നമുക്ക് ആ ഒരു ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത തിരിച്ചറിയുക. നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പർച്ചേസ് ചെയ്യേണ്ടത് അല്ലെ? നമുക്ക് നീഡ് മനസ്സിലാക്കുക. നീഡ് ഫോർ എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിന്റെ ആവശ്യകത തിരിച്ചറിയുക. ഓൺ എ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റില്, ഒരു ഉൽപ്പന്നത്തില് മെറ്റീരിയലിന്റെ ആവശ്യകത തിരിച്ചറിയുക എന്നുള്ളതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇൻ പർച്ചേസിംഗ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ദ ഡാഷ്. എന്താണ്? റിക്കഗ്നേഷൻ ഓഫ് ദ നീഡ് ഫോർ എ മെറ്റീരിയൽ ഓൺ എ പ്രൊഡക്റ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യൂല. നമുക്ക് ആദ്യം എന്താ? നമ്മൾ അതിന്റെ ആവശ്യകത എന്താണോ നമുക്ക് ആവശ്യം അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആദ്യം. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു അല്ലെ? അടുത്ത നോക്കിയ നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 stages. വെൻഡർ എന്ന് പറഞ്ഞ ആരാണ്? കച്ചവടക്കാരൻ. അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറഞ്ഞ ഉറവിടം.
നമുക്ക് ആ മെറ്റീരിയൽ ലഭ്യമാകുന്ന കച്ചവടക്കാരൻ, വെൻഡേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ഉറവിടം, അത് നമ്മൾ കണ്ടെത്തുന്നതിന് 4 സ്റ്റേജുകളുണ്ട്. വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 stages. ഒരു വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നതിന് നമുക്ക് 4 സ്റ്റേജ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് നമ്മളെല്ലാ വെൻഡേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യല്ല. അതിന് മുന്നേ നമ്മളൊരു 4 സ്റ്റെപ്പുകൾ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് നോക്കി അവരെ കണ്ടെത്താൻ വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 stages. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഏതൊക്കെയാണ്? സർവേ സ്റ്റേജ്, ദെൻ അടുത്ത് നോക്കി എൻക്വയറി സ്റ്റേജ്, മൂന്നാമത്തെ നെഗോഷിയേഷൻ സ്റ്റേജ്, അടുത്തത് എക്സ്പീരിയൻസ് സ്റ്റേജ്. ഏതൊക്കെയാ 4 സ്റ്റേജസ്? ഏതൊക്കെയാ? സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. ഫസ്റ്റ് വൺ ആണ് സർവേ സ്റ്റേജ്. സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ ചെയ്തിട്ട് നമ്മൾ പല സർവേയിലൂടെ നമ്മൾ ഏറ്റവും മികച്ച വെൻഡേഴ്സ് ആരാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ശരിക്കും സർവേ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേയിലൂടെ നമ്മൾ മികച്ച അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വെൻഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് എൻക്വയറി സ്റ്റേജ്. എൻക്വയറി നടത്തും. ആരാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ആ വെൻഡേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് എൻക്വയറി നടത്തും. ഏതാണ് ബെറ്റർ എന്നൊക്കെ അനുസരിച്ച് അതനുസരിച്ച് നമ്മൾ വെൻഡേഴ്സിനെ അല്ലെങ്കിൽ സോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തതാണ് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകളാട്ടോ. മലയാളം ചർച്ചകളിലൂടെ. നെഗോഷിയേഷൻ അപ്പുറത്തെ പേജിൽ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. എന്താണ് നെഗോഷിയേഷൻ, നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നെക്സ്റ്റ് പേജിൽ വരുന്നുണ്ട്. നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? ചർച്ചാഘട്ടം, ചർച്ചകള്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഇൻ ടൈംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എക്സെട്ര. എന്തുമായിട്ട് ബന്ധപ്പെട്ട ഏതിന്റെയൊക്കെ കാര്യത്തിലാണ് ചർച്ചകൾ നടത്തുന്നത്? ക്വാണ്ടിറ്റിയുടെ കാര്യത്തില് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണോ അത്. പിന്നെ അടുത്ത ലീഡ് ടൈം. താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ലീഡ് ടൈം എന്താണ്? ലീഡ് ടൈം എന്ന് പറഞ്ഞെന്താ? ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട്, ഓർഡറിംഗ് ദ മെറ്റീരിയൽ, METERIAL, മെറ്റീരിയൽ. ഓർഡറിംഗ് ദ മെറ്റീരിയൽ. ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ, ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നതിനും ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓർഡർ ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കാൻ എടുക്കുന്നത് വരെയുള്ള ടൈമാണ് ലീഡ് ടൈം. ഓക്കെ, time between ordering the material and getting it to the department. ഇപ്പോൾ നമ്മള് ഒരു സാധനം ഓർഡർ ചെയ്തത് മുതൽ നമുക്ക് കിട്ടുന്ന സമയമില്ലേ, നമുക്കത് കിട്ടാവുന്ന വരെയുള്ള ആ ടൈം, അതിനു വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യത്തില്, ക്വാണ്ടിറ്റിയുടെ കാര്യത്തില്, ക്വാളിറ്റിയുടെ കാര്യത്തില് ലീഡ് ടൈം, നമുക്കത് നമ്മൾ ഓർഡർ ചെയ്തത് മുതൽ നമുക്ക് കിട്ടാൻ എടുക്കുന്ന വരെയുള്ള ടൈം, അതിന്റെ കാര്യത്തിലൊക്കെ എന്ത് നടത്തുന്നു? നെഗോഷിയേഷൻ, ചർച്ചകൾ നടത്തുന്നു. എന്നിവയുടെ കാര്യത്തില് നടത്തുന്ന ചർച്ചകൾ. The time between dictation and completion of a production. അതായത് ആരംഭിക്കുന്നത് മുതൽ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് മുതൽ ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നവരേക്കും, ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് വരേക്കും എടുക്കുന്ന ടൈം. ഒത്തിരി ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ, അല്ലെ? നമുക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്തിക്കുക, അവരെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാ, പ്രിഫറൻസ് കൊടുക്കുന്നേ, അല്ലെ? നമ്മളൊരു ചെറിയ നിസ്സാര കാര്യമാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് എന്താ, വേഗം നമ്മുടെ കയ്യിലേക്ക് എത്തണം. ആ ലീഡ് ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കണം, അല്ലെ? ഒരുപാട് ടൈം കൂടുതൽ എടുക്കുവാണെങ്കിൽ നമുക്കത് എന്താ പറയാ, ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The time between ordering the material and getting it to the department is called dash. അങ്ങനെ ചോദിക്കാം കേട്ടോ. അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ആ സെന്റൻസ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. ഇതെന്ന് പറയാം നമുക്ക് ലീഡ് ടൈം. ഇനി അടുത്തതാണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. എക്സ്പീരിയൻസ്, അനുഭവം.
എക്സ്പീരിയൻസ് സ്റ്റേജ്. ഇത്രയാണ് നമ്മൾ ഒരു വെൻഡറിനെ അല്ലെങ്കിൽ സോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന 4 സ്റ്റേജ്, 4 ഘട്ടങ്ങൾ. 4 മനസ്സിലാക്കി വെക്കുക. ലീഡ് ടൈം എന്താണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്തിടുക. ഏതൊക്കെ സ്റ്റേജുകളാണ്? വെൻഡേഴ്സ് ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജസ്: സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചാഘട്ടം. ചർച്ചകളിലൂടെ എന്തിനെ ബേസ് ചെയ്തിട്ടാ? ക്വാണ്ടിറ്റിയില്, ക്വാളിറ്റി, ലീഡ് ടൈം എന്നിവയുടെ കാര്യത്തിൽ എടുക്കുന്ന ചർച്ചാഘട്ടം. പിന്നെ അടുത്തത് എക്സ്പീരിയൻസ് സ്റ്റേജ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ എന്താണ്? നീഡ് ഫോർ എ മെറ്റീരിയൽ ഓൺ എ പ്രൊഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിലെ മെറ്റീരിയലിന്റെ ആവശ്യകത തിരിച്ചറിയുക എന്നുള്ളതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്കറിയാം പർച്ചേസിംഗിന്റെ ആദ്യ ഘട്ടം നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വെൻഡറിനെ, ഒരു കച്ചവടക്കാരനെ അല്ലെങ്കിൽ നമ്മൾ സോഴ്സ്, നമുക്ക് ആ മെറ്റീരിയൽ അവൈലബിൾ ആകുന്ന ആ സോഴ്സിനെ സെലക്ട് ചെയ്യുന്നത് 4 സ്റ്റേജസിലൂടെയാണ്, 4 ഘട്ടങ്ങളിലൂടെയാണ്. അതിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചാ ഘട്ടം. അതിനകത്തൊരു പഠിച്ചൊരു വേർഡാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. നമ്മളൊരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ നമ്മളത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത് വരെ എടുക്കുന്ന ആ സമയത്തിനാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി. ഒന്ന് കറക്റ്റ് ചെയ്തത്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ? ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി. ജുഡീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ വിവേകത്തോടു കൂടി. ഒബ്ജക്റ്റീവ്ലി എന്താണ്? വസ്തുനിഷ്ഠമായി. വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റി സത്യസന്ധമായി. ആൻഡ് എഫക്റ്റീവ്ലി ഫലപ്രദമായി. 4 വേർഡ്സും കിട്ടിയോ? മീനിങ് കിട്ടിയോ? ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ വിവേകപൂർണത്തോടു കൂടി, ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായി, ഹോണസ്റ്റി സത്യസന്ധമായി, എഫക്റ്റീവ്ലി ഫലപ്രദമായി. അപ്പൊ എന്താ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി? എന്താ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് എ ഡ്യൂട്ടി. എന്താണ്? ടു സ്പെൻഡ് മണി. എങ്ങനെ ചെലവഴിക്കണം? ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റി ആൻഡ് എഫക്റ്റീവ്ലി. പൈസ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും വിവേകത്തോടുകൂടി ഫലപ്രദമായും ചെലവഴിക്കുക എന്നുള്ളതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി. പർച്ചേസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മൾ ആ എടുക്കുന്ന ക്യാഷും കാര്യങ്ങളും എല്ലാം എങ്ങനെയായിരിക്കും? വളരെ കറക്റ്റ് ആയിട്ട് വേണം അല്ലെ? ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഉണ്ടല്ലോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരു ഫണ്ട് ഉണ്ട്. ആ ഒരു പൈസ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് തോന്നിയ രീതിയിൽ എടുത്ത് ചെലവാക്കാൻ പറ്റില്ല. എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? വിവേകത്തോടുകൂടി, വസ്തുനിഷ്ഠമായി, സത്യസന്ധമായി, ഫലപ്രദമായി പൈസ ചെലവാക്കുക എന്നുള്ളത് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Purchasing department have a duty to spend money dash. എങ്ങനെ ചെലവഴിക്കണം? ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇനി നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തു. വെൻഡേഴ്സ് ഓർ സോഴ്സ് സെലക്ഷൻ 4 സ്റ്റേജസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ലീഡ് ടൈം അണ്ടർലൈൻ ചെയ്തിട്ടു. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി എന്താണ് അതും അണ്ടർലൈൻ ചെയ്തു. ഇനി അടുത്തത് നെഗോഷിയേഷൻ ആണ്. ഓക്കെ, നെഗോഷിയേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകള് അല്ലെ? ചർച്ചകള്. അവിടെ എക്സാമിന് ഇങ്ങനെ ഈ ഒരു സെന്റൻസും തമ്മിൽ ചോദിക്കാം കേട്ടോ. നെഗോഷിയേഷൻ ഈസ് എ
two-way communication between ആരൊക്കെ തമ്മിലാണ്? ബയർ ആൻഡ് സെല്ലർ. ബയറും സെല്ലറും തമ്മിലുള്ള two-way communication-നെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ചർച്ചാഘട്ടം is a two-way communication between buyer and seller. Underline ചെയ്തിട്ട് സെന്റൻസ്. Negotiation is a two-way communication between buyer and seller. But dash ഇട്ടും ചോദിക്കാം. Dash is a two-way communication between buyer and seller. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? Negotiation. ഇനി ചോദിക്കാം dash is a two-way communication between, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ സെന്റൻസ് ഇങ്ങനെ ചോദിക്കാം. Two-way communication between buyer and seller is called dash. എന്തെന്ന് എഴുതും? Negotiation. കിട്ടിയില്ലേ? എന്തെങ്കിലും സെന്റൻസ് എന്നിട്ട് എന്താണെന്ന് ചോദിച്ചാലും ഡാഷ് ഇട്ടിട്ട് ചോദിച്ചാലും എന്താണ് ആൻസർ നമുക്കറിയാം, നെഗോഷിയേഷൻ ആണ്. ഇനി അടുത്ത് നോക്കിയേ, അടുത്തൊരു താഴെ ഒരു ഡെഫിനിഷൻ വേറെ കൊടുത്തിട്ടുണ്ട്. നെഗോഷിയേഷൻ ഈസ് defined as a discussion on a business transaction leading to finalization of purchase and sale contract of goods and services. എന്താ പറഞ്ഞേക്കണേ? അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, നമ്മൾ ഗുഡ്സിന്റെയും സർവീസുകള്, സേവനങ്ങള്, ഇപ്പൊ നമ്മള് പർച്ചേസ് ചെയ്യുന്നത് എന്തെങ്കിലും സാധനങ്ങളാകാം അല്ലെങ്കിൽ സേവനങ്ങളാകാം. അതിന്റെ ആ ഒരു കോൺട്രാക്ട്, നമ്മൾ അതിന്റെ ഒരു കരാറ് നമ്മള് ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു കോൺട്രാക്ട് ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണ് എന്താ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല എഗ്രിമെന്റും ഇതാക്കാറില്ലേ? എഗ്രിമെന്റ് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നൊന്നുമില്ല അല്ലേ? നമുക്ക് എന്താ, ഒരു ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലും ഒരു സാധനങ്ങളാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതില് നമുക്കൊരു കരാറിലേക്ക് എത്തിച്ചേരാം. അതിന്റെ ഫൈനലിലേക്ക് പല ചർച്ചകൾ നടത്തിയിട്ടല്ലേ? ഒരാള് മാത്രം വിചാരിച്ചല്ല, അതിനുള്ള കമ്മിറ്റികളുണ്ട്, അവരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് ലാസ്റ്റ് ആണ് അതിന്റെ ട്രാൻസാക്ഷൻ എന്തിലേക്ക് എത്തുന്നത്? ഫൈനലിലേക്ക് എത്തുന്നത് അല്ലെ? അതിനു വേണ്ടി എടുക്കുന്ന ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്? is defined as a discussion. ഒരു ഡിസ്കഷൻ ആണ്, ഒരു ചർച്ചയാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? on a business transaction leading to finalization of purchase and the sales contract of goods and services. അതായത് നമ്മളൊരു ചർച്ചയാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ഇടപാടുകള്, ട്രാൻസാക്ഷൻ ഒരു ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിലേക്ക്, ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ആ ഒരു ഡിസ്കഷനെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതും. Negotiation is defined as a discussion on a business transaction എന്തിനു വേണ്ടിയാ? leading to finalization of purchase and the sales contract of goods and services. ഇതൊക്കെ നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ ചർച്ചകള് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ ആശ്രയിച്ചിരിക്കുന്നു. അതും അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അപ്പൊ അതിന് 3 സെന്റൻസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. 3 സെന്റൻസും നമുക്ക് എക്സാമിന് ചോദിക്കാം. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നെഗോഷിയേഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് പഠിച്ചു. നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ബയറും സെല്ലറും തമ്മിലുള്ള two-way communication ആണ്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ അത് ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയുള്ള ഡിസ്കഷൻ, അതിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്തതാണ്, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന്റെ
അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇവിടെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണെങ്കിലും ചോദിക്കാം. അപ്പൊ നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞ ആരാണ്? ആരാണ് നെഗോഷിയേറ്റർ? ആരാണ് നെഗോഷിയേറ്റർ? ഈ ചർച്ചകൾ കണ്ടക്ട് ചെയ്യുന്ന ആളല്ലേ, അല്ലെങ്കിൽ നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. നെഗോഷിയേറ്റർ ആരാണ്? പേഴ്സൺ a person who conduct negotiation a person who conduct negotiation കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു നെഗോഷിയേറ്ററിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന് വേണ്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കി. നല്ലൊരു നെഗോഷിയേറ്റർ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കി. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഒന്നാമത്തെ കാര്യം എന്താ? നല്ല നോളജ് ഉണ്ടാവണം. എന്തിനെ സംബന്ധിച്ചാണ്? പർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെ. ഇപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കൊരു നല്ലൊരു നെഗോഷിയേറ്റർ, ഇപ്പൊ നമ്മൾ പറയാണ് മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് കാര്യമുണ്ടോ? അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഒപ്പീനിയനും അവിടെ പറയണ്ടേ അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ മീറ്റിംഗ് ഒക്കെ കൂടും. അപ്പൊ നമ്മൾ ഒന്നും ഇല്ലാത്ത വളരെ സൈലന്റ് ആയിട്ട് ഒരു അറിവില്ലാത്ത ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് അവിടെ എടുക്കാൻ പറ്റുമോ? ഏത് മീറ്റിംഗ് ആണോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അറിവുള്ള ആളുകളെ വേണം നമ്മൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെ. അപ്പൊ അവരുടെ ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫൈനല് നമ്മളൊരു തീരുമാനം നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന് എന്ത് വേണം? നല്ലൊരു നോളജ് വേണം. എന്തിനു ബന്ധപ്പെട്ടാണ്? ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു നോളജ് ഉള്ള ഒരാളായിരിക്കണം നല്ലൊരു നെഗോഷിയേറ്റർ. മനസ്സിലായല്ലേ? ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഇനി നോക്കിയേ, നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്തിൽ എഫിഷ്യൻസി വേണം? കമ്മ്യൂണിക്കേഷനില്, ആശയവിനിമയത്തില് നല്ലൊരു എഫിഷ്യൻസി വേണം. ചില ആളുകൾ വളരെ സൈലന്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ, കമ്മ്യൂണിക്കേഷൻ കുറവുള്ള ആളുകളില്ലേ? അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത സൈലന്റ് ആയുള്ള ആളെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ അല്ലെ? നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞ വലിയ ഒരു കാര്യമില്ലേ അല്ലെ? ചില ആളുകളൊക്കെ നമ്മൾ നല്ല പ്രാസംഗികരായിരിക്കും അല്ലെ, മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ചില നല്ല എന്താ പറയാ, അതിനൊരു പ്രത്യേക ഒരു സ്കില്ലാണ് അല്ലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ചില ആളുകളൊക്കെ നന്നായിട്ട് എന്താ പറയാ നല്ല സംസാരിക്കുന്ന ആളുകളായിരിക്കും. നല്ലൊരു ആശയവിനിമയം വേണം. ആശയവിനിമയത്തിലെ കാര്യക്ഷമത, നമ്മൾ പറഞ്ഞ് അതിലേക്ക് എത്തിക്കാനും അല്ലെ നമുക്ക് ആ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനും ഒക്കെ നല്ലൊരു കഴിവ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കമ്മ്യൂണിക്കേഷനിൽ നല്ല കാര്യക്ഷമത ഉള്ള ആളായിരിക്കണം ആര്? നല്ലൊരു നെഗോഷിയേറ്റർ. അടുത്ത് നോക്കി, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. തേർഡ് പോയിന്റ് ആട്ടോ. ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ്. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫെൻസീവ് കുറ്റകരമായ, അതായത് കോപാകുലനായ എന്തെങ്കിലും അവിടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യങ്ങൾ ആ ചർച്ചയിലൂടെ വരുമ്പോൾ അതിനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആളായിരിക്കണം. നമ്മള് ദേഷ്യമാണ് കാണിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതാ അവിടെ പറഞ്ഞേക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡിഫെൻസീവ്, ആക്രമകാരി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല, ആ വാക്കുകളിലൂടെ അവര് പറയുന്ന കാര്യങ്ങളോട് എന്ത് ചെയ്യുന്ന നല്ല റെസ്പോണ്ട് ചെയ്യുന്ന ആളായിരിക്കണം. ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ, അതായത് കോപാകുലനായ അല്ലെങ്കിൽ ആക്രമണാത്മകമായ അല്ലെങ്കിൽ പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികൾ, അങ്ങനെയുള്ള ഒരാളായിരിക്കണം. എന്ത് കാര്യം പറഞ്ഞാലും നമ്മളെ വെച്ച് മൂളാൻ പറ്റുമോ അല്ലേ? അതിനെ പ്രതിരോധിക്കുന്നതാണെങ്കിൽ
ഡിഫെൻസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ എതിർത്ത് തന്നെ നിൽക്കണം, അല്ലെ? എങ്കിലല്ലേ നമുക്ക് ഒരു ഫൈനൽ നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. ഓക്കെ, അടുത്ത് നോക്കിയേ, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. ക്ലിയർ, വളരെ ക്ലിയർ ആയിരിക്കണം, ആണ് എങ്ങനെയാ? ക്ലിയർ ആയിരിക്കണം. ആൻഡ് റാപ്പിഡ് തിങ്കർ. റാപ്പിഡ് തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ, അല്ലെ? പെട്ടെന്ന് ചിന്തിക്കാൻ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ പറയും ട്യൂബിലേറ്റാണ്, അല്ലെ? പെട്ടെന്ന് തലയിലേക്ക് അത് ആ ഒരു ഐഡിയ വരില്ല, അല്ലെ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല. ചിലപ്പോ ഒരു കാര്യം പറഞ്ഞ 10 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അവർക്ക് തലയിൽ അത് ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കൊണ്ടുപോകുന്ന ഇതിലേക്ക് പറ്റോ? പെട്ടെന്ന് ചിന്തിക്കണം. ഒരു ഡിസിഷൻ അവിടെ പറയാണ്, ഒരു ചർച്ചയിലെ ഒരു കാര്യം അവർ ഉന്നയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിന്തിച്ച് നമ്മൾ അതിന്റെ എന്താണ് ഗുണങ്ങൾ എന്താ, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പെട്ടെന്ന് ചിന്തിക്കാൻ അതിനും നല്ല ക്ലിയർ ആവണം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. ഓക്കെ, അടുത്ത നോക്കിയേ, അത് ക്ലിയർ ആയിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങള് ക്ലിയർ ആയിരിക്കണം, പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. നല്ല വ്യക്തിഗത കഴിവുകൾ ഉള്ള ആളായിരിക്കണം. ഇന്റർപേഴ്സണൽ സ്കിൽസ്, നല്ല വ്യക്തിഗത കഴിവുള്ള ആളായിരിക്കണം. പേഴ്സണലി അവര് പെർഫെക്റ്റ് ആയിരിക്കണം, നല്ല സ്കില്ലുള്ള ആളായിരിക്കണം, വ്യക്തിഗത കഴിവുള്ളവരായിരിക്കണം. പിന്നെ അടുത്ത് നോക്കിയേ, നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. കണ്ടോ, കരാറുകളുടെ നിയമനം, അക്കൗണ്ടിങ്, പിന്നെ പ്രൈസിങ്, വില നിർണയം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നല്ലൊരു അറിവ് വേണം. ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ട് നിയമങ്ങൾ, അല്ലെ? ഒരു കാര്യത്തിൽ എത്തുമ്പോൾ അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ നല്ല അറിവ് വേണം. കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ് ആൻഡ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങില് കണക്ക് കാര്യങ്ങള്, വിലയില്, പ്രൈസിങ്. നമ്മളിപ്പോ ഒരു സാധനം പർച്ചേസ് ചെയ്യാനാണ്, അപ്പൊ അതിന് ഏകദേശം നമ്മുടെ മാർക്കറ്റിലുള്ള വില കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ഐഡിയ വേണ്ടേ? എങ്കിലാണ് എന്താ പറയാ, ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇത്ര രൂപയ്ക്ക് ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ നമുക്ക് അത് മേടിക്കാം എന്നുള്ള ഇതിലേക്കൊക്കെ വരുള്ളൂ. നമുക്ക് ഓൾറെഡി നമുക്ക് പ്രൈസിങ്, അതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് അത് എത്രത്തോളം അതിന്റെ പ്രൈസ് വരും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചും ഒക്കെ എന്താ പറയാ, ഒരു നല്ലൊരു നോളജ് വേണം. Knowledge about law of contract, contracting agreements, accounting and pricing. അടുത്തത് ലോജിക്കൽ തിങ്കർ. എന്താ ലോജിക്കൽ തിങ്കർ എന്ന് വെച്ചാൽ യുക്തിപരമായി ചിന്തിക്കുന്നവരായിരിക്കണം. ലോജിക്കൽ തിങ്കർ ആയിരിക്കണം, യുക്തിപരമായി ചിന്തിക്കുന്നവരായിരിക്കണം. ഗുഡ് ലിസണർ. പിന്നെ അവര് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നല്ലൊരു ശ്രോതാവും കൂടി ആയിരിക്കണം. മറ്റുള്ളവർ പറയുന്നതും കൂടി കേൾക്കാനുള്ള ഒരു ഇത് വേണ്ടേ? റേഡിയോ പോലെ കേൾവിക്കാരൻ, ശരി, റേഡിയോ പോലെ നമ്മൾ പറയുന്നത് മാത്രം കേട്ടാൽ പോരല്ലോ, അവര് പറയുന്നതും കൂടി കേൾക്കാനുള്ള ഒരു നല്ലൊരു കഴിവ് വേണം, അല്ലെ? ചിലര് എന്താ പറയാ, നമ്മളെ കൊണ്ട് സംസാരിക്കില്ല, അല്ലെ? അപ്പൊ അവര് പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കണം, അങ്ങനെ പറ്റുമോ? നമ്മുടെ കൂടി ആ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ അല്ലെ അവര് പറയുന്നതും കൂടി നമുക്ക് കേൾക്കാനുള്ള ഒരു ഇത് കാണിക്കണം. നല്ല ലിസണറും കൂടി ആയിരിക്കണം. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം, അല്ലെ? അതായത് നല്ല ശുഭാപ്തി വിശ്വാസം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം, അത് ശരിയാവും, അത് ഓക്കെ ആണ് എന്നുള്ളത്. ചില ആൾക്കാരുണ്ട് ഒപ്റ്റിമിസ്റ്റിക് അല്ല, എന്ത് നെഗറ്റീവ് പറയുന്നുള്ളൂ. എന്തൊരു കാര്യം നമ്മൾ തുടങ്ങാൻ പോയാൽ അത് വേണ്ട, അത് ശരിയാവില്ല എന്നുള്ളൊരു മൈൻഡ്. അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ ശരിയാവോ? നേരെ മറിച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, അല്ലേ? നമ്മൾ നല്ലൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താ? ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. സെൻസ് ഓഫ് ഹ്യൂമർ എന്താണ്? നല്ല നർമ്മബോധം വേണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നമ്മൾ പറയില്ലേ, നല്ല ഹ്യൂമർ വേണം, നല്ല ഒരു നർമ്മബോധം വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആയോ നോക്കിയ കോൺസെപ്റ്റ്? പെട്ടെന്ന് ഓടിച്ചു വായിച്ചു നോക്കി. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. അതിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്?
അതാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം നമ്മൾ ആ പോയിന്റ്സ് 1-2 പ്രാവശ്യം വായിച്ച് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാലോ അതിനകത്ത് വരുന്നതാണോ, നല്ലൊരു നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? ഇത് പെട്ടെന്ന് നോക്കി ഓടിച്ചൊന്ന് വായിച്ചു നോക്കി വേഗം. ആക്കളെയും തമ്പൊന്നും കണ്ടില്ല കേട്ടോ, വായിച്ചിട്ട് മതി. രണ്ടുപേരൊക്കെ ഒന്ന് തമ്പിട്ടെ, എങ്കിലല്ലേ നമുക്കൊരു കോൺഫിഡൻസ് തന്നെ. 6th പോയിന്റ് ഒന്നുകൂടി പറയാം. ഓക്കെ, പറയാലോ ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാ പോയിന്റ്സും ക്ലിയർ ആണ് അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ഒരു ഓക്കെ, ഇവിടെ 6ാമത്തെ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നേ? നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. എന്തില് വേണം? നമ്മൾ കോൺട്രാക്ട് കരാറുകളൊക്കെ അത് അവിടെ പറയും, എഗ്രിമെന്റിലേക്കൊക്കെ എത്തിച്ചേരുമ്പോ അതിനെ കുറിച്ചൊരു നിയമവശങ്ങള്, അതിന്റെ നിയമവശങ്ങളെ കുറിച്ചുള്ള അറിവും വേണം. ഒരു നമ്മൾ ആ ഒരു ലോ നിയമപരമായിട്ട് അല്ലെ, ഒരു കരാറില്ല ഒരു എഗ്രിമെന്റിലേക്ക് പോകുമ്പോൾ ലീഗലായിട്ട് അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങള് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം. പിന്നെ അതുപോലെ കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സുകള് നമ്മൾ സൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മൾ ആ ഒരു ഫൈനലിലേക്ക് വരുമ്പോഴോ ഒക്കെ അതിന്റെ നിയമവശങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം. പിന്നെ അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, ബില്ലിങ് കാര്യങ്ങള്, പ്രൈസിങ്, ആ മെറ്റീരിയൽസിന്റെ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഏകദേശം വിലയും കാര്യങ്ങളും, മാർക്കറ്റ് പ്രൈസ് എത്രയാണ് നമ്മൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള നോളജ് വേണം. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. അവിടെ വേണമെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് ഒരു ഫോം ഇട്ടു, അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ് എന്നുള്ളത് കഴിഞ്ഞ് ഒരു ചെറിയ ഫോം ഇട്ട് വെച്ചു. അപ്പൊ അത് ക്ലിയർ അല്ലേ? നോക്കി, ഇവിടെ ഫോം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ഓക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, നിയമവശങ്ങളും അറിവ് വേണം. അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, പ്രൈസിങ്, അതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു അറിവുള്ള ആളായിരിക്കണം. അതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു നോളജ് ഉള്ള ആളായിരിക്കണം, നല്ലൊരു നെഗോഷിയേറ്റർ. ഓക്കെ അല്ലേ? ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആണ് അല്ലെ? ഒരു പർട്ടിക്കുലർ മെറ്റീരിയലെ കുറിച്ച് ഒരു നോളജ് വേണം, കമ്മ്യൂണിക്കേഷനിലെ എഫിഷ്യൻസി വേണം, പെട്ടെന്ന് ആക്രമണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈല് വേണം, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം, നല്ല വ്യക്തിഗത കഴിവുകൾ വേണം. പിന്നെ നമ്മൾ പറഞ്ഞു കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, ഇതിന്റെ നിയമവശങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണം, അക്കൗണ്ടിങ്, പ്രൈസിങ് ഇതിനെ കുറിച്ച് വേണം, നല്ലൊരു ലോജിക്കൽ തിങ്കർ എന്ന് യുക്തിപരമായി ചിന്തിക്കുന്ന ആളായിരിക്കണം, നല്ല ശ്രോതാവായിരിക്കണം, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം, നല്ല നർമ്മബോധമുള്ള ആളായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്, ചർച്ചകൾ. ഒബ്ജക്റ്റീവ് എന്താണ്, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങള്, എന്തിനു വേണ്ടിയാണ് ഈ നെഗോഷിയേഷൻ ചെയ്യുന്നത്? നോക്കിയേ, ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. സേഫ് ഗാർഡ് എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക. ടു സേഫ് ഗാർഡ്, സംരക്ഷിക്കുക. എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, ലക്ഷ്യങ്ങള് ഇതെല്ലാം സംരക്ഷിക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെ? അപ്പൊ നമ്മളൊരു ചർച്ചകൾ കാര്യങ്ങളിലൂടെ ഒരു പർട്ടിക്കുലർ ഒരു കരാറിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടാണ് നെഗോഷിയേഷൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു ലക്ഷ്യം വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങള്, അതിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുക. അപ്പൊ ആ ചർച്ചയിൽ അല്ലെങ്കിൽ നെഗോഷിയേഷനിൽ എന്താ പറയാ, നമ്മുടെ ആ ഒരു ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ, ഒരു സംഘടനയുടെ ആണെങ്കിൽ സംഘടനയുടെ ഒക്കെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുക. എഴുതി വെച്ചോട്ടോ. സേഫ് ഗാർഡ്, സംരക്ഷിക്കുക. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട കേട്ടോ. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ മനസ്സിലൊന്ന് നിങ്ങൾ അതിന്റെ ആശയം ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1-2 പ്രാവശ്യം വായിക്കുക. അപ്പത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ആൻസർ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സില് 1-2 വട്ടം നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളും സംരക്ഷിക്കുക. അടുത്ത് നോക്കിയേ. To see that the organization is not in a disadvantageous position. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? To see that the organization is not in a disadvantageous position. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാ? ഒരു പ്രതികൂലമായ അവസ്ഥയിലല്ലെന്ന് കാണാൻ. Is not in a disadvantages. Advantages എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളാണ് അല്ലെ. ഡിസ്അഡ്വാൻറ്റേജസ് പ്രതികൂലമായ അവസ്ഥയിലല്ല. ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ. ഒരു ഓർഗനൈസേഷൻ ഒരു പ്രതികൂലമായ അവസ്ഥയിലല്ല എന്ന് കാണാൻ. അതായത് എന്താ? നമ്മളിപ്പോ എന്താ അനുകൂലമായ അവസ്ഥയിലാണ്. അതപ്പോ വേറെ പ്രതിബന്ധങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല. അത് നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇപ്പൊ ചർച്ചാ ഘട്ടത്തില് ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു അവസ്ഥയിലാണ് അല്ലെ. അപ്പൊ അതിന്റെ ആ എന്താ പറയാ ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് ഒരു പ്രതികൂല അവസ്ഥയിലല്ലെന്നു കാണാനായിട്ട്. അടുത്ത് നോക്കിയേ. To see that the organization get all the benefits which can easily and comparatively come to it in normal circumstances. Okay. To ensure എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. To ensure that the organization gets all the benefits which can easily and comparatively come to it in normal circumstances. അതായത് എന്താ? സാധാരണ സാഹചര്യങ്ങളില് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിലും കമ്പാരറ്റീവ്ലി എന്താ പറയാ താരതമ്യേന എളുപ്പത്തിലും സാധാരണ സാഹചര്യത്തില് എളുപ്പത്തിലും താരതമ്യേന നമുക്ക് വേഗത്തിലും ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്ഥാപനത്തിനുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. To ensure that the organization get all benefits. സാധാരണ സാഹചര്യങ്ങളില് ആ ഒരു ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന എളുപ്പത്തിലുള്ളതും നമുക്ക് എന്താ പറയാ ഈസി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലുള്ളത്, എളുപ്പത്തിലും നമുക്ക് താരതമ്യേന നമുക്ക് വേഗം ലഭിക്കുന്നതുമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പോയിന്റ് കിട്ടിയോ? സാധാരണ സാഹചര്യങ്ങളില് നോർമൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ സാധാരണ സാഹചര്യങ്ങളില് എങ്ങനെ ഈസി അല്ലെ എളുപ്പത്തിലും കമ്പാരിറ്റീവ്ലി കം ടു താരതമ്യേന വേഗത്തിലും എളുപ്പത്തിലും വേഗത്തിലും ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും എല്ലാ ആനുകൂല്യങ്ങളും ആ ഒരു ഓർഗനൈസേഷന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. To see that അതിനകത്ത് ചാച്ച കുഞ്ഞു പോയിന്റ്സ് അതിന്റെ ഒരു സെന്റൻസ് കണ്ടറിയാൻ പറ്റും. അത്രയൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഫുള്ള് നോക്കിയില്ലെങ്കിലും to ensure that the organization gets all benefits. അല്ലെ, ഒരു ഓർഗനൈസേഷന് എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത്രയും നോക്കാലോ. To ensure that the organization gets all benefits. അല്ലെ, അതെങ്ങനെയാ എളുപ്പത്തിലും വേഗത്തിലും ഒക്കെ ലഭിക്കുന്ന രീതിയിൽ സാധാരണ സാഹചര്യത്തിൽ എളുപ്പത്തിലും വേഗത്തിലും ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് നോക്കിയേ. To see that the distinct future of the organization is not bargained for the present. പറഞ്ഞേക്കുന്നേ
to see that the distinct future of the organization is not bargained. Bargain ചെയ്യുന്നില്ല പ്രസന്റിനെ, അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രസന്റ് സിറ്റുവേഷനെ മാത്രമല്ല നമ്മൾ ഫ്യൂച്ചറിനെയും കൂടി കണക്കിലാക്കുന്നുണ്ട്. ഭാവി അല്ലെ, ഇപ്പൊ ഫ്യൂച്ചറില് നമ്മൾ ആ ഒരു ചർച്ചാഘട്ടത്തില് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അതില് ഫൈനലിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രസന്റ് കണ്ടീഷൻ, പ്രസന്റിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല നോക്കുന്നത്, ഭാവിയിൽ ഇനി അതില് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ, ഭാവിയിലും കൂടി ഫ്യൂച്ചറിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് കണക്കാക്കുന്നുണ്ട്. To see that the distinct future of the organization is not bargained for the present. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, പ്രസന്റ് സിറ്റുവേഷന് മാത്രമല്ല എന്താ നമ്മൾ ഫ്യൂച്ചറിനെയും കൂടി കണക്കാക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കി, ensure that the terms and the conditions are settled in apparent terms and nothing is left to interpretation, which may result in misunderstanding and bitterness. ഇനി ശ്രദ്ധിച്ചേ, ensure ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. Ensure that the terms and conditions are settled in apparent terms and nothing is left to interpretations, which may result in misunderstanding and bitterness. ഇപ്പൊ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിബന്ധനകളും വ്യവസ്ഥകളും അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ടുള്ള വ്യവസ്ഥയില് അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇനി ഒന്നും എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ ബിറ്റർനെസ്, എന്തെങ്കിലും കൈപ്പുണ്ണ്, അല്ലെങ്കിൽ ഇതുപോലെ തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കോ എത്തിച്ചേരാൻ പറ്റുന്ന വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ വ്യാഖ്യാനങ്ങൾ ഒന്നും അതിനായിട്ട് ഇനി പിന്നീട് ഒരു പ്രശ്നത്തിനും ഇടയാക്കുന്ന ഒരു വ്യാഖ്യാനങ്ങൾക്കായിട്ട് ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല. അതായത് അതിന് എല്ലാം ക്ലിയർ ആണ് പറഞ്ഞേക്കുന്നത്. നത്തിങ് ഈസ് ലെഫ്റ്റ് ടു ഇന്റർപ്രിട്ടേഷൻ. ഒന്നും ഇനി എന്തെങ്കിലും വ്യാഖ്യാനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ കാരണമായിട്ടുള്ള ഒന്നും അവിടെ അവശേഷിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. Ensure that the terms and conditions are settled in apparent terms and terms. അതായത് നമ്മളുടെ ആ നിബന്ധനകൾക്ക് അനുസരിച്ചിട്ട് എല്ലാം ആ കറക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, തീർപ്പാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി ഒരു പ്രശ്നം, ഒരു തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ ഹൈപ്പിനും ഇടയാക്കാവുന്ന വ്യാഖ്യാനങ്ങൾക്കായിട്ട് ഒന്നും അവിടെ അവശേഷിപ്പിക്കുന്നില്ല. അതായത് എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയർ ആണ് അല്ലെ, ഒന്നും അവശേഷിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത നോക്കിയേ, formulating strategies. Strategies എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ. ഫോർമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് രൂപപ്പെടുത്തുക. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് രൂപപ്പെടുത്തുക. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് രൂപപ്പെടുത്തുക. Okay, a plan of action designed to achieve a long-term aim. ഉണ്ടോ? എന്താണ് അപ്പോ അവിടെ പറഞ്ഞേക്കുന്നത്? ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എ പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻ ടു അച്ചീവ് എ ലോങ് ടേം എയിം. അതായത് ദീർഘകാല ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രവർത്തന പദ്ധതി, അതാണ് എന്ത് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക എന്തിനു വേണ്ടിയിട്ടാ? ഒരു ലോങ് ടേം എയിം, ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു പ്രവർത്തന പദ്ധതിയാണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. Okay, a plan of action designed to achieve a long-term aim.
എന്താണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇവിടെ നോക്കിയേ, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ എന്ന് തന്നെയുള്ള മീനിങ് ആട്ടോ. Tactics are vital parts of negotiation. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് മാത്രം. എന്തൊക്കെയാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം? നെഗോഷിയേഷന്റെ പ്രധാനപ്പെട്ട വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമായ പാർട്സ് ഏതൊക്കെയാ? ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ. Formulating strategies and tactics are vital parts of negotiation. Okay, 5 points നമ്മൾ അതിനകത്ത് പറഞ്ഞത്. എന്തൊക്കെയാണ് ഒരു നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്? നെഗോഷിയേഷൻ നടത്തുന്ന, ചർച്ചകൾ നടത്തുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ എന്ന് തന്നെയാട്ടോ. സ്ട്രാറ്റജീസ് പോലെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികള്, പിന്നൊക്കെയുള്ള മീനിങ്, പദ്ധതികളും തന്ത്രങ്ങളും ഒക്കെ. ഓക്കെ, okay. To safeguard organization interest and goals. ഓരോ ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് ഞാൻ തോടി പറഞ്ഞു പോകട്ടോ. 5 പോയിന്റ് ഒന്നുകൂടി നോക്കട്ടോ. ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും എന്താ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത നോക്കിയ സെക്കൻഡ് പോയിന്റിൽ എന്താ? ടു സീ ദാറ്റ് the organization is not in a disadvantageous position. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഓർഗനൈസേഷൻ ഒരു പ്രതികൂലമായ അവസ്ഥയിലല്ലെന്നും കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഓർഗനൈസേഷൻ പ്രതികൂലമായ അവസ്ഥയിലല്ലെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഓർഗനൈസേഷൻ പ്രതികൂലമായ അവസ്ഥയിലല്ലെന്നും കാണുന്നതിന് വേണ്ടിയിട്ട്. സംഘടന പ്രതികൂലമായ അവസ്ഥയിലല്ലെന്നോ കാണുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. To ensure that the organization gets all the benefits which can easily and comparatively come to it in normal circumstances. അതായത് സാധാരണ സാഹചര്യങ്ങളില് ഒരു ഹോസ്പിറ്റലില് ഓർഗനൈസേഷന് ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും എങ്ങനെയാ? ഈസി ആയിട്ടും നമുക്ക് എളുപ്പത്തിൽ, ഈസി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലും വേഗത്തിലും എന്നുള്ള, എളുപ്പത്തിലും താരതമ്യേന നമുക്ക് ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും ഓർഗനൈസേഷന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. To ensure that organization gets all the benefits. അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി കേട്ടോ. സാധാരണ ഒരു സാഹചര്യങ്ങളില് ഒരു ഹോസ്പിറ്റലിനോ ഓർഗനൈസേഷനോ സാധാരണ രീതിയിൽ എളുപ്പത്തിലും താരതമ്യേനയും ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത നോക്കിയേ, 4ാമത്തെ പോയിന്റ്. To see that the distinct future of the organization is not bounded for the present. എന്ന് വെച്ചാൽ എന്താ അവിടെ മീനിങ് പറയുന്നത്? ആ ഒരു ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു കാര്യങ്ങള് ആ ഒരു എന്താ പറയാ പ്രസന്റ് സിറ്റുവേഷന് മാത്രമല്ല നോക്കുന്നത്, ഇനി അതിന്റെ ഫ്യൂച്ചറില് ഭാവിയെ കൂടി കണക്കിലാക്കുന്നുണ്ട്. പ്രസന്റിന് മാത്രമല്ല, അതായത് ഫ്യൂച്ചറിലും കൂടി അത് ഭാവിയിൽ നല്ലതാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ, അതാണ് നമ്മൾ അതിനകത്ത് ആ ഒരു ചർച്ചയില് നമ്മൾ ആ ഫൈനലിലേക്ക് വരുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷന്റെ എന്താ പറഞ്ഞേക്കുന്നത് പ്രസന്റ് സിറ്റുവേഷന് മാത്രമല്ല. അപ്പൊ അതിനകത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം പ്രസന്റിന് മാത്രമല്ല നോക്കുന്നത്, ഫ്യൂച്ചറിലും കൂടി എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വരുമോ അല്ലെങ്കിൽ
ഫ്യൂച്ചറിൽ നല്ലതാണ് എന്നുള്ളതനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അതും കൂടി ഈ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. ഇനി അടുത്ത നോക്കിയേ, ensure that the terms and conditions are settled in apparent terms and nothing is left to interpretation, വ്യാഖ്യാനങ്ങൾ which may result in misunderstanding and bitterness. നമ്മള് ആ സെറ്റിൽ ചെയ്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് എന്താ പറഞ്ഞേക്കുന്നത്, അത് എന്താ പറയാ, ഇനി വേറൊരു പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി പിന്നീട് ഒരു സാക്ഷി പറയാനോ ഒരു ബിറ്റർനെസ് പറഞ്ഞ കയ്പിനോ ഇടയാക്കുന്ന ഒന്നും അതിനുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഒന്നും അവശേഷിപ്പിക്കുന്നില്ല. എല്ലാവരും എന്താ വ്യക്തമായ നിബന്ധനകളാൽ തീർപ്പാക്കിയിട്ടുണ്ട്, സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് രൂപപ്പെടുത്തുക. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ പദ്ധതി തന്ത്രങ്ങള് എന്നുള്ളത് തന്നെയാണ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ് മീനിങ് വരുന്നത്. അതെന്താണ്, നെഗോഷിയേഷന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുക എന്നുള്ളത്. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കിട്ടിയോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണ്. അത് കിട്ടി, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാലും കിട്ടും. ഇനി അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്, നെഗോഷിയേഷൻ കമ്മിറ്റി. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെല്ലാമാണ്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ എഴുതി വെക്കുക. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെല്ലാമാണ്? Negotiation committee includes ആരൊക്കെ വരുന്നേ? പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു particular person. Then and most probably administration also. പിന്നെ ആരാണ്? അഡ്മിനിസ്ട്രേഷനും വരാം അല്ലെ. ഇവിടെ ഭരണവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒരു പക്ഷേ അതില് എന്താണ് ഭാഗമാകാം, ഈ നെഗോഷിയേഷൻ കമ്മിറ്റിയില് ഭാഗമാകാം. ഓക്കെ, ആരൊക്കെയുണ്ട് നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത്? ആരൊക്കെയാണ്? പർച്ചേസ് മാനേജർ, finance manager, particular person from the user department. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ മെറ്റീരിയൽ ആവശ്യം, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അവിടേക്ക് ഒരു സ്കാനർ വേണം അല്ലെ. അപ്പൊ നമ്മള് അക്വിസിഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ റേഡിയോളജിയില് ഒരു വ്യക്തി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അതിലെ ഒരു ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതും ആ നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. യൂസർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു വ്യക്തി എങ്കിലല്ലേ അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, പക്ഷെ അഡ്മിനിസ്ട്രേഷനും അതിൽ ഉൾപ്പെടാം. ആരൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്തിട്ടേ. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് പർച്ചേസ് മാനേജർ, finance manager, particular person from the user department, and the most probably administration also. Administration ഒരു പക്ഷേ അഡ്മിനിസ്ട്രേഷനും ഇതിൽ ഉൾപ്പെടാം. അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ, നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്നുള്ളത്? പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department, and most probably എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടാം. ഇനി നെക്സ്റ്റ് പ്രോസസ് ആണ്, അതവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇന്ന് പഠിപ്പിച്ച എല്ലാം ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ സെക്ഷനുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചില്ലേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്?
അതിനകത്ത് പർച്ചേസിംഗില് നമ്മൾ ആ ഒരു വെഞ്ചർ അല്ലെങ്കിൽ സോഴ്സിനെ സെലക്ട് ചെയ്യുന്ന 4 സ്റ്റേജസ് പറഞ്ഞു. നെഗോഷിയേഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷിയേറ്റിംഗ് ടീം, ഒരു നെഗോഷിയേറ്റർ ടീമിന്റെ അല്ലെങ്കിൽ നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെല്ലാമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും നമ്മൾ എടുത്തേല് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത അതിന്റെ ഫേസ് കൂടി 3 ഫേസിന്റെ പേര് കൂടി നോക്കാം. 2 മിനിറ്റ് ഉണ്ടല്ലോ. പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ, അതിന് 3 ഫേസാ ഉള്ളത്. 3 ഫേസ് ഏതൊക്കെയാ? പ്രീ നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്, മീറ്റിംഗ് ഫേസ് ഉണ്ട്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്. പേര് മാത്രം നോക്കണം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് പേരുകളൊന്ന് പഠിച്ചു വെച്ചോ. 3 ഫേസുകൾ ഉണ്ട് ഈ നെഗോഷിയേഷൻ. ഈ ചർച്ചയ്ക്ക് നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാ? പ്രീ നെഗോഷിയേഷൻ ഫേസ്, അതായത് നെഗോഷിയേഷന് മുന്നുള്ള, ചർച്ചയ്ക്ക് മുന്നുള്ള ഘട്ടം പ്രീ നെഗോഷിയേഷൻ ഫേസ്. പിന്നെ ബി എന്ന് പറയുന്നത് മീറ്റിംഗ് ഫേസ് ആണ്. മീറ്റിംഗ് ഘട്ടം, മീറ്റിംഗ് ഫേസ്. ദെൻ അടുത്ത് നോക്കിയേ സി, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് എന്ന് വെച്ചാൽ എന്താ? ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം. അതിന് പറയുന്ന പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അപ്പൊ അവിടെ എക്സാമിന് ചോദിക്കാം, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ് എന്നറിയപ്പെടുന്നത് ഏത് ഫേസ് ആണ്? ഏതാണ്? അതിനൊക്കെ ഓപ്ഷൻ കൊടുക്കാം. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, നൺ ഓഫ് ദ എബോ. ഏതാണ് എക്സിക്യൂട്ടീവ് ഫേസ് എന്നറിയപ്പെടുന്നത്? ഏതാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. കിട്ടിയോ? 3 ഫേസുകളായിരിക്കാം പ്രോസസ് ഓഫ് നെഗോഷിയേഷനില്. 3 ഫേസ്, പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് വെനസ്ഡേ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്, അപ്പോഴത്തേക്ക് ഒന്ന് വായിച്ചു വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.